നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇതുപോലെയൊരു മതമിളകി ഒരു ആനയെ തളയ്ക്കാൻ ശേഷിയില്ലാത്തവരുടെ ഒരു കൂട്ടമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെല്ലാം പോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, വീട് കയറി വോട്ട് ചോദിക്കുന്നു. കോൺഗ്രസിന് ഒരു ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം പവർഫുള്ളായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമത്തിൻ്റെ വഴിയിൽ പോകാൻ നിൽക്കുമ്പോൾ എവിടെയാണ് പരാതി എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഇവർ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നു. കെ മുരളീധരനെ പോലെയുള്ള ചില നേതാക്കന്മാരാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ, രമേശ് ചെന്നിത്തലയും ഒരു പരിധിവരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇവർക്കാർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഷാഫി പറമ്പിലിനെയോ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ കയ്യിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇതെല്ലാം ഈ പരാതിക്കാരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഒരുപക്ഷെ അവർ ഈ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളത്. കോൺഗ്രസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കും നൃപൻ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇയാൾ പാലക്കാട് ഓഫീസിൽ ഉച്ചവരെ ഉണ്ടായിരുന്നു, അതിനുശേഷം അവിടെ നിന്ന് മുങ്ങിയെന്നാണ് ഇപ്പോൾ സച്ചിൻ പറഞ്ഞിട്ടുള്ളത്. അയാൾക്ക് മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക്. ഇനി പഴയതുപോലെ ഇറങ്ങി നിന്ന് തെരുവിൽ നിന്ന് ഈ സമൂഹത്തെ വെല്ലുവിളിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായും തോന്നുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ തിരിച്ചറിവ് എന്താണ് നൃപൻ? ഷമ്മി, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. വരുത്തിവെച്ച കോൺഗ്രസ് ലീഡർഷിപ്പ് തന്നെ വരുത്തിവെച്ച ഒരു വിന എന്ന് തന്നെ ഇത് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു, ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. അതിനു മുമ്പ് തന്നെ നടി തന്നെ ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിൽ എടുക്കേണ്ട നടപടി ശക്തമായി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എടുക്കേണ്ടതായിരുന്നു എന്ന വിമർശനം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഒരു വിഭാഗം വനിതാ നേതാക്കളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ഇതിൽ ഇരട്ട താപ്പാണ് പല നേതാക്കളും നടത്തിയത് എന്നതിൻ്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ സംരക്ഷണ കവചമൊരുക്കി നിയമസഭയിൽ എത്തിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയാതെ ഒരു കോൺഗ്രസ് MLA നിയമസഭയിൽ എത്തുമോ? KC വേണുഗോപാൽ അറിയാതെ നിയമസഭയിൽ എത്തുമോ? ഇത്തരം ചോദ്യങ്ങൾ എത്രമാത്രമാണ് കോൺഗ്രസ് അത്തരത്തിലൊരു വ്യക്തിയെ സംരക്ഷിച്ചത്? അതിൻ്റെ വിനയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരെ ആകെ പ്രതിസന്ധിയിലാക്കി. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലും UDF നേതാക്കൾക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത നൃപൻ, അത്ര ബലഹീനമായി പോകുന്നത് എന്താണ് നൃപൻ ഈ കോൺഗ്രസിന്റെ നേതൃത്വം? എന്തുകൊണ്ടാണ് അവർക്ക് നടപടിയെടുക്കാൻ കഴിയാതിരിക്കുന്നത്? അവർ ഭയന്നിട്ടാണ്. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഞാൻ ചിലതൊക്കെ വെളിപ്പെടുത്തും എന്ന്. മുൻപും അയാൾ ഈ ഭീഷണി പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ കാര്യത്തിൽ ഒരു നിസ്സഹായത പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. KPCC അധ്യക്ഷൻ വാതുറന്നൊരു അക്ഷരം പറയുന്നില്ല. പ്രമുഖ നേതാക്കൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും ഷമ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയുന്നില്ല. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹം ആ നിമിഷത്തിൽ എന്താണ് പറഞ്ഞത്? ഇക്കാര്യത്തിൽ ഇരയ്ക്കൊപ്പമാണ്, ഏത് തരത്തിലുള്ള നടപടി ഉണ്ടായിരുന്നാലും ഇരയ്ക്ക് പൂർണ്ണമായി പിന്തുണ നൽകും. ആദ്യം നടി ഈ കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞതാണ്. തുടർന്ന് വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ വരുന്നു, ഗർഭചിത്രം അടക്കമുള്ള വലിയ വിഷയങ്ങൾ വരുന്നു. നടിയുടെ ഈ പറയുന്ന പെൺകുട്ടിയുടെ തുടർച്ചയായ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരുന്നു. അപ്പോഴെല്ലാം കേരളത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന പരസ്യമായി അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പൊയ്മുഖം കൂടിയാണ് അഴിഞ്ഞു വീണത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി രാഹുലിനെതിരെ ഉണ്ടാവും, അതേ സസ്പെൻഷൻ തന്നെ നിൽക്കുമോ? നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലോ. അല്ല, രാഹുലിനെതിരായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് നൃപൻ അദ്ദേഹത്തിന് ഇപ്പോഴും പറയാനുള്ളത്. നേരത്തെ സസ്പെൻഡ് ചെയ്തു, നടപടി എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നൃപൻ,
സസ്പെൻഡ് ചെയ്തു എങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പാലക്കാട് നിരന്തരം അവിടുത്തെ MP ഒപ്പം തന്നെ DCC അധ്യക്ഷൻ ഒപ്പമുള്ള നേതാക്കളൊക്കെ തന്നെ അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനറായി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടന്നത്? ഒപ്പം തന്നെ അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിനെല്ലാം അദ്ദേഹം നയിച്ചത്. അദ്ദേഹത്തിന് പാർട്ടി വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് അവിടുത്തെ MP-യും അവിടുത്തെ DCC അധ്യക്ഷനും പാർട്ടി നേതാക്കളെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞ പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ മാറ്റി പറയുന്ന അല്പം മുമ്പ് തന്നെ ഷമ്മി പറഞ്ഞത് കുറച്ച് വ്യക്തമായ നിലപാട് സ്വീകരിച്ചത് കെ മുരളീധരനാണ് എന്ന് പറഞ്ഞു. പക്ഷേ കെ മുരളീധരൻ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിച്ചത്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ളതിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരു തരത്തിലുള്ള വിലക്കും നമ്മൾ പാർട്ടി ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഒരു വിലക്ക് ഏർപ്പെടുത്തിയ MLA പദവിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, ഒപ്പം തന്നെ അദ്ദേഹം MLA അല്ലാതാകുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടിയുടെ അറിവോടുകൂടി അല്ലാതെ എങ്ങനെയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക? പലതരത്തിലുള്ള നേതാക്കൾ, KC വേണുഗോപാൽ പോലുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ നിലനിൽക്കുന്ന ഈ ശാക്തീയ ബലാബലത്തിൽ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മറുഭാഗത്തേക്ക് VD സതീശൻ മാറി. സൈബർ ആക്രമണം വലിയ രീതിയിൽ അദ്ദേഹം നേരിട്ടു. അതിൻ്റെ ഭാഗമായി അദ്ദേഹവും ഇപ്പോൾ പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനെയും എതിർക്കുന്ന സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോയി. തുടർന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു പ്രാവശ്യം ഒരേ കുറ്റകൃത്യത്തിന് 2 പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ നൃപൻ, വേണുഗോപാലാണ് ഇപ്പോൾ കോൺഗ്രസിലെ സർവശക്തനായി നിൽക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും ധാരാളമായി ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഷാഫിയെയും രാഹുലിനെയും എതിർക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് താഴെയുള്ള നേതാക്കന്മാർക്ക് തോന്നിയതിൻ്റെ ഒരു പ്രതികരണമാണോ ഇത്? തീർച്ചയായും അതിലേക്കാണ് ഷമ്മി ഞാൻ പറഞ്ഞു. എന്നു മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വനിതാ നേതാക്കൾ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഒപ്പം തന്നെ ജോസഫ് വാഴക്കനും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ നേതാക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായും അല്ലാതെ തന്നെ ബൈറ്റായും പ്രതികരണവുമായി നൽകി. അതിൻ്റെ ഭാഗമായി ആദ്യം ഒരു വികാരം കോൺഗ്രസിനകത്തുണ്ടായി. എങ്ങനെയാണ് സസ്പെൻഷനിലേക്ക് പോകുന്നത്? അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് നിയമസഭയിൽ വന്നത്? പിന്നെ തുടർന്ന് പാലക്കാട് അദ്ദേഹം ജനപ്രതിനിധി എന്ന പരിപാടിയിൽ പങ്കെടുത്തതാണ്. അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് എങ്ങനെയാണ്? ആ ഒരു സന്ദേശം ലഭിച്ചത് KC വേണുഗോപാലിൻ്റെ പിന്തുണയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് പ്രവർത്തന രംഗത്ത് സജീവമായത്. അതിന് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ കേരളത്തിലെ KC വേണുഗോപാലിൻ്റെ അനുയായികളുടെ ഒക്കെ പൂർണ്ണമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കടക്കം ആ സന്ദേശം ലഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പരസ്യമായി എതിർത്ത പല നേതാക്കളും മയപ്പെടുത്തുന്നത്. രമേശ് ചെന്നിത്തല പോലും ഇക്കാര്യങ്ങളിൽ പരസ്യമായി നിലപാട് സ്വീകരിക്കാതെ അദ്ദേഹം മൗനം തുടർന്നു. പല കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണോ, പ്രതികരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഈ വിവരങ്ങളെ പൂർണ്ണമായി ഓഡിയോ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. നിർഭൻ, ഇപ്പോൾ ഏതാണ്ട് ഈ പരാതി എത്തിയതോടുകൂടി ഇപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊരു നിലയിലേക്ക്, അതായത് ഇപ്പോൾ ദീപാദാസ് മുൻഷിയുടെ ആ വാക്കുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഒരു നടപടി വന്നത് നന്നായി എന്ന് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരുടെ വാക്കുകളിൽ അത് ഏതാണ്ട് സ്പഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത്, അതായത് ഈ വേണുഗോപാലിൻ്റെ ഒരു സ്വാധീനത്തിൽ മറ്റുള്ളവരെല്ലാം പത്തിമടക്കി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും വേണ്ടി നിൽക്കുന്നവരാണ് എന്ന് തോന്നിപ്പിക്കുന്നു. മാനസികമായിട്ട് അങ്ങനെയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പുറമേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ അയാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. അതായത് ശരിക്കും നമ്മുടെ കോൺഗ്രസ് വന്ധ്യംകരിക്കപ്പെടുകയാണ്. തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു പറ്റം നേതാക്കന്മാർ ആയി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ്. നൃപൻ, ഷമ്മി, ഇക്കാര്യത്തിൽ എത്ര ലളിതമായിട്ടാണ് വനിതാ നേതാവായിട്ടുള്ള ദീപാദാസ് മുൻഷി AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലെ ചുമതലയുള്ള നേതാവാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് വനിതാ നേതാക്കൾ നേരത്തെ തന്നെ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ, മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കൾ, യുവജന രംഗത്തുള്ള ഇപ്പോൾ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അവരിപ്പോൾ പറയുന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ്. സ്വാഭാവികമാണ്, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ ഇത്രയും ഗുരുതരമായ ഒരു കേസുണ്ടായാൽ സ്വാഭാവികമായി പോലീസിന് കേസ് കൈമാറും. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും, മൊഴിയെടുപ്പിലേക്ക് പോകും. അപ്പോൾ ഈ കേസ് ക്രൈം ചുമത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. അറസ്റ്റ് ഉണ്ടായാൽ ഈ പറഞ്ഞ കസ്റ്റഡിയിലടക്കം ചോദ്യം ചെയ്യലിലേക്ക് പോകും. ഈ പെൺകുട്ടിയുടെ മൊഴി രേഖാമൂലം തന്നെ പോലീസ് രേഖപ്പെടുത്തും. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകും. ദീപാദാസ് മുൻഷി പറഞ്ഞില്ല എങ്കിലും സ്വാഭാവികമായ അത് തന്നെയാണ് അവരുടെ ദയനീയതയും. ഞാൻ അതാണ് ചൂണ്ടിക്കാണിച്ചത്. KC വേണുഗോപാലിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം മാറുമ്പോൾ മറ്റൊരു ശബ്ദത്തിന്
അതും അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണല്ലോ, നമ്മളെക്കാൾ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. നടപടികൾക്കനുസരിച്ച് രാഹുലിനെതിരെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ എതിരായി സ്വീകരിച്ച നടപടികൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകണമെന്നുള്ളത് വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. അല്ല, അത് പോലീസ് ആക്ഷൻ അനുസരിച്ച് നടപടി പാർട്ടി സ്വീകരിക്കും. അത് KPC പ്രസിഡന്റ് ഫൈനലായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അല്ല, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളല്ല ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കേണ്ട സർക്കാരാണ്. ഏതായാലും ഇന്ന് ഒരു കാര്യത്തിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒരു അതിജീവിതയെ കാണാൻ മുഖ്യമന്ത്രി ഇന്ന് തയ്യാറായത് നല്ല കാര്യമാണ്. കാരണം മുമ്പ് ഒരു അതിജീവിതമാരെയും കാണുന്നൊരു ഏർപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോൾ അതിജീവിതമാരോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നിയതിൽ സന്തോഷവും. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അതിജീവിതമാരോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. നൃപൻ, മുഖ്യമന്ത്രി അതിജീവിതയെ കണ്ടത് കെ മുരളീധരന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. നേരത്തെ നൃപൻ പറഞ്ഞത് ശരിയായ നിരീക്ഷണം തന്നെയാണ് എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. തീർച്ചയായും കെ മുരളീധരൻ ഇക്കാര്യത്തിൽ പലതരത്തിൽ പല അഭിപ്രായം പല ഘട്ടത്തിൽ പറഞ്ഞൊരു നേതാവാണ്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംഘടനാ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷം അത് വലിയ നടപടിയാണെന്ന് അംഗീകരിക്കുകയും തുടർന്ന് അദ്ദേഹം നിയമസഭയിലെത്തിയ ശേഷം അദ്ദേഹത്തിന് വ്യക്തമായ സന്ദേശം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പിന്തുണ കൊടുക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം 2 ചുവട് മുന്നോട്ട് വച്ചൊരു നേതാവാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയാണ് ഒരു കാര്യം പറയേണ്ടി വരും. കാരണം രമേശ് ചെന്നിത്തലയാണ് ഈ പരാതികൾ മുഴുവൻ AICC നേതൃത്വത്തെ ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നതും ആദ്യഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയെ അടക്കം ഇതിന്റെ ഗൗരവം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ദില്ലിയിൽ സ്വാധീനമുള്ള നേതാവ്